ചരിത്രത്തിലുടനീളം ഇസ്രായേൽ ജനതകൾക്കിടയിൽ ഒരു കേന്ദ്രവും പലപ്പോഴും വിവാദപരവുമായ സ്ഥാനം നേടിയിട്ടുണ്ട്. പുരാതന കാലം മുതൽ ഇന്നുവരെ ആ രാഷ്ട്രം പീഡിപ്പിക്കപ്പെട്ടു, എതിർക്കപ്പെട്ടു, എന്നിട്ടും സംരക്ഷിക്കപ്പെട്ടു. ലോകം ഇസ്രായേലിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? സൈനിക ശക്തിയിലോ രാഷ്ട്രീയ തന്ത്രത്തിലോ അല്ല, മറിച്ച് ദൈവവചനത്തിലാണ് ഉത്തരം. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആവർത്തനം 7:6 ഇപ്രകാരം കാണുന്നു: നിന്റെ ദൈവമായ യഹോവയ്ക്കു നീ ഒരു വിശുദ്ധജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ചു നിന്നെ തനിക്കു സ്വന്തജനമായിരിക്കേണ്ടതെന്ന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം ഇസ്രായേലിനെ തന്റെ ഉടമ്പടി ജനതയായി തിരഞ്ഞെടുത്തു. അവരുടെ വലിപ്പമോ നീതിയോ കൊണ്ടല്ല, മറിച്ച് യഹോവ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടും അവരുടെ പിതാക്കന്മാരോട് ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ. ഈ ദിവ്യ തിരഞ്ഞെടുപ്പ് അവരെ വേർതിരിക്കുന്നു. ലോകം അതിന് നിയന്ത്രിക്കാനോ വിശദീകരിക്കാനോ കഴിയാത്തതിന് വെറുക്കുന്നു. ദൈവവുമായുള്ള ഇസ്രായേലിന്റെ ബന്ധത്തിന്റെ നിഗൂഢതയിൽ നിന്നും അതുല്യതയിൽ നിന്നുമാണ് ഭയം ഉടലെടുക്കുന്നത്. ഇസ്രായേൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വഹിക്കുന്നു. ഉൽപ്പത്തി 12:3 ഇപ്രകാരം കാണുന്നു: നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേലിനെക്കുറിച്ചുള്ള ഭയം ഉടലെടുക്കുന്നത് ആത്മീയ അവബോധത്തിൽ നിന്നാണ്. ബോധപൂർവമോ അല്ലാതെയോ ഇസ്രായേലിനെ എതിർക്കുന്നത് ദൈവത്തെ എതിർക്കുന്നതിന് തുല്യമാണ്. വിശ്വാസികൾ ദൈവവചനത്തിന്റെ സത്യത്തോടൊപ്പം നിൽക്കുക. ഇസ്രായേലിനെക്കുറിച്ചുള്ള ലോകത്തിന്റെ വീക്ഷണം സ്വീകരിക്കരുത്, മറിച്ച് ദൈവത്തിന്റെ വീക്ഷണത്തോടൊപ്പമാണ് നാം നിൽക്കേണ്ടത്. നാം മനുഷ്യരെയോ ജനതകളെയോ ഭയപ്പെടരുത്, മറിച്ച് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കർത്താവിനെ ബഹുമാനിക്കണം.